പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി, ആക്സിലറേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇതൊക്കെയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ. അപ്പോൾ ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്: ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കോളമായിട്ട് എഴുതിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡിനെ ആവറേജ് വെലോസിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ. അതൊന്നും ഞാൻ ഇനി ഇവിടെ വീണ്ടും പറയുന്നില്ല. അതുപോലെ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കൈനമാറ്റിക് ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ഗ്രാഫ് വരച്ചിട്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്നും കൈനമാറ്റിക് ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം, അത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അതുപോലെ ഗ്രാഫുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കാറുണ്ട്. അതുപോലെ കൈനമാറ്റിക് ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രീ ഫോളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കുക. അതുപോലെ വെർട്ടിക്കൽ മോഷനിലുള്ള പ്രോബ്ലങ്ങൾ അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എ കാർ travels from A to B at 60 km/h and returns to A at 90 km/h. What is the average velocity and average speed? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിലെത്തുന്നു. എയിൽ നിന്ന് ബിയിലെത്താൻ അത് 60 km/h സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. എന്നാൽ തിരിച്ച് ബിയിൽ നിന്നും എയിലെത്തുന്നു കാറ്. അപ്പോൾ ബിയിൽ നിന്നും എയിലേക്ക് ട്രാവൽ ചെയ്തത് 90 km/h സ്പീഡ് കൂട്ടിയാണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള മോഷനിൽ ആവറേജ് സ്പീഡ് എത്രയാണ്, ആവറേജ് വെലോസിറ്റി എത്രയാണ് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഇവിടെ ഈ മോഷനിൽ ആകെപ്പാടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എ തന്നെ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 0 അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി 0 ആണെന്ന് നമുക്ക് പറയാം. ഇനി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. 2v1 v2 v1 + v2 എന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. 2v1 v2 v1 + v2. ഈ ഫോർമുല എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്ന് ചെയ്താൽ മതി. പക്ഷേ അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ എ മുതൽ ബി വരെ ഈ കാറ് ട്രാവൽ ചെയ്ത സ്പീഡ് v1 എന്നെടുക്കുന്നു. ബി മുതൽ എ വരെ ട്രാവൽ ചെയ്ത സ്പീഡിനെ v2 എന്നെടുക്കുന്നു. ഇനി എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് x ആണെങ്കിൽ ബി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസും x തന്നെയാണ്, അല്ലേ? ഇനി എയിൽ നിന്ന് ബിയിലെത്താനെടുത്ത ടൈം t1 ആണെന്ന് എടുക്കുന്നു. തിരിച്ച് ബിയിൽ നിന്നും എയിലെത്താനെടുത്ത ടൈം t2 എന്നും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആവറേജ് സ്പീഡ് = ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? x + x, അല്ലേ? 2x ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ ടോട്ടൽ ടൈം എത്രയാണ്? t1
പ്ലസ് T2. ഫസ്റ്റ് പാർട്ടിൽ T1, സെക്കൻഡ് പാർട്ടിൽ T2. അപ്പോൾ ടോട്ടൽ ടൈം T1 പ്ലസ് T2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ഇനി T1 പകരം നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ T1 പകരം എക്സ് ബൈ V1 എന്ന് കൊടുക്കാം. അതുപോലെ T2 പകരം എക്സ് ബൈ V2 എന്നും കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 2x ബൈ എക്സ് ബൈ V1 പ്ലസ് എക്സ് ബൈ V2. ഇനി എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞ് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സും ക്യാൻസലായിപ്പോയി. ഇവിടെ എന്ത് കിട്ടും? V1 V2 അപ്പോൾ V1 പ്ലസ് V2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ എന്ത് കിട്ടും? 2v1 v2 ബൈ V1 പ്ലസ് V2. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഇക്വേഷൻ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ, 2v1 v2 ബൈ V1 പ്ലസ് V2. ഇനി വളരെ എളുപ്പമാണ്. V1 പകരം 60 കൊടുക്കുക, V2 പകരം 90 എന്ന് കൊടുക്കുക. 60 പ്ലസ് 90. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 72 km/h എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2. എ മാൻ വാക്സ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം ഹിസ് ഹോം ടു എ മാർക്കറ്റ് 2.5 km away with a speed of 5 km/h. Finding market closed, he instantly turns and walks back home with a speed of 7.5 km/h. A question: how long does the man takes to reach the market from his home? B. Calculate the time taken to return back to home from the market. C. Find the average speed and magnitude of average velocity. അതായത് ഹോമിൽ നിന്നും മാർക്കറ്റിലേക്ക് പോയ ഒരാളാണ്. ഹോം മുതൽ മാർക്കറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 2.5 km എന്ന് തന്നിട്ടുണ്ട്. പോയ സ്പീഡ് 5 km/h. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് ക്ലോസ്ഡ് ആണെന്ന് കണ്ടിട്ട് റിട്ടേൺ ചെയ്യുന്നു, തിരിച്ച് ഹോമിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അത് സ്പീഡ് കൂട്ടി തിരിച്ചുള്ള യാത്രയിലെ സ്പീഡ് 7.5 km/h ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ലോങ് ഡസ് ദ മാൻ ടേക്സ് ടു റീച്ച് ദ മാർക്കറ്റ് ഫ്രം ഹിസ് ഹോം. അതായത് ഹോമിൽ നിന്നും മാർക്കറ്റിലേക്ക് പോകാൻ അയാൾ എടുത്ത ടൈം എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ ഹോമിൽ നിന്നും എത്ര ടൈം എടുത്തു? നമുക്കറിയാം ടൈമിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ആണ്, സ്പീഡ് 5 km/h ആണെന്ന് അറിയാം. അപ്പോൾ 1/2 എന്ന് കിട്ടും. 1/2 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. 1/2 അവർ എന്ന് പറഞ്ഞാൽ 1 അവർ 60 മിനിറ്റ് അല്ലേ. അപ്പോൾ 30 മിനിറ്റ് ആണ് ആൻസർ. 30 മിനിറ്റ് എന്ന് കിട്ടും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റിട്ടേൺ ബാക്ക് ടു ഹോം ഫ്രം ദ മാർക്കറ്റ്. അപ്പം തിരിച്ചുള്ള യാത്രയിൽ എത്ര ടൈം എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. അതും വളരെ എളുപ്പമാണ്, ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആൻസർ 1/3 അവർ എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. 1/3 അവർ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. 1 അവർ എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60യുടെ 1/3 എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2v1 v2 ബൈ V1 പ്ലസ് V2. അപ്പോൾ ഇവിടെ 2 × 5 × 7.5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 7.5 അങ്ങനെ വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻസർ 6 km/h എന്ന് കിട്ടും. ആവറേജ് വെലോസിറ്റി എത്രയാണ്? ആവറേജ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് ആവറേജ് വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്.
അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റിയും 0 Question number 3. The velocity time graph of an object is shown below. Calculate the displacement of the body from 0 to 15 seconds. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഫ്രം 0 to 15 സെക്കൻഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ, അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ, ഇത്രയും ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 0 to 15 സെക്കൻഡ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഇത്രയും ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ട്രയാങ്കിളാണ്, ഇത് റെക്റ്റാങ്കിളാണ്, ഇത് ട്രയാങ്കിളാണ്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ A1 is equal to half BH. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി, ഇവിടെ ബേസ് 5 ആണ്, എച്ച് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. L എന്ന് പറയുന്നത് 20 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇത് 10 - 5 ആണ്. തേർഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതും ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് 15 - 10 5, എച്ച് 20 തന്നെയാണ്. അപ്പോൾ ഈ A1 + A2 + A3 ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ ടോട്ടൽ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ചെയ്യുമ്പം 200 മീറ്റർ എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു ബോൾ, അതിന് നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ട് മുകളിലേക്ക് എറിയുന്നു. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അല്ലാതെ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു ബോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി മുകളിലേക്ക് എറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. അത് മുകളിലേക്ക് പോവുകയും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്തി അവിടെ എത്തുമ്പോൾ അത് റെസ്റ്റിലാവും. അപ്പോൾ അവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവുകയും പിന്നീട് അത് താഴേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ഈ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. ഒരു ഇനീഷ്യൽ വെലോസിറ്റി അത് 100 ആയിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 0 ടൈമിലെ വെലോസിറ്റി 100 ആയിരുന്നു. പിന്നീട് മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വന്ന് ഇവിടെ എത്തിയപ്പോൾ വെലോസിറ്റി 0 ആയി. പിന്നീട് വെലോസിറ്റി കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഇവിടെ വെലോസിറ്റി നെഗറ്റീവ് ആവാൻ കാരണം ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് പിന്നീട് മൂവ് ചെയ്യുന്നത്. മുകളിലെത്തിയതിന് ശേഷം ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് വെലോസിറ്റി നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി മുകളിലേക്ക് എറിഞ്ഞ ഒരു ബോളിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇത്. നിങ്ങൾ ഈ ഗ്രാഫ് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങളിത് പഠിച്ചതെന്ന് ഓർക്കാൻ ശ്രമിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the magnitude of initial velocity of the ball? ബോളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈം 0 ആയ സമയത്ത് വെലോസിറ്റി എത്രയാണെന്ന് നോക്കിയാൽ 100 മീറ്റർ/സെക്കൻഡ് ആണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ്. 20 സെക്കൻഡ് ഇവിടെയാണ്. അപ്പോൾ ഈ 20 സെക്കൻഡ് വരെ ഈ ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്റ്റൻസ് എന്നറിയാം. അപ്പോൾ ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. നോക്കുമ്പോൾ ഇത് 2 ട്രയാങ്കിളുകളാണ്. ഈ 2 ട്രയാങ്കിളുകളുടെ ഏരിയ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനറിയാം. നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1000 മീറ്റർ എന്ന് കിട്ടും ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നും ഈ ബോളിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. അപ്പം -100/10 എന്ന് കിട്ടും. -10 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം എനിക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫാണ്. നിങ്ങൾ 2 ടൈപ്പ് ഓഫ് ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, അതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ -10 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. The figure shows the position time graph of a body moving along a straight line. Draw the velocity time graph of the body. Second,
From the graph, find the displacement in 20 seconds. C part. From the velocity time graph of a body moving with uniform acceleration, deduce the velocity time relation and velocity displacement relation. അപ്പോൾ ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ പോർഷനായിട്ട് നമുക്ക് നോക്കാം. ടൈം 0 to 5 സെക്കൻഡിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഈ പോർഷനിലുള്ള സ്ലോപ്പ്. അപ്പം ഞാനിതിനെ OA എന്ന് വിളിക്കുകയാണ്. ഈ OAയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ OAയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ 10 - 0 / 5 - 0. അപ്പോൾ 10 - 0 / 5 - 0 ചെയ്യുമ്പോൾ 2 m/s എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും പോർഷനിൽ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത പോർഷനിൽ AB എന്ന് ഞാനിതിനെ വിളിക്കുക. AB എന്ന് പറയുന്ന പോർഷനിൽ, അതായത് 5 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെയുള്ള പോർഷനിൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ V2 എന്ന് പറഞ്ഞ് വിളിച്ചു. V2 = എങ്ങനെയാണ്? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് പാരലൽ ടു ദ ടൈം ആക്സിസ്. അതിൻ്റെ സ്ലോപ്പ് 0 ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ 10 - 10 / 15 - 5 ചെയ്യുമ്പോൾ 0 കിട്ടും. ഇനി അടുത്തത് 15 സെക്കൻഡിനും 20 സെക്കൻഡിനും ഇടയിൽ, അതായത് BC എന്ന് പറയുന്ന ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ BCയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഈ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് താഴേക്ക് വരുന്ന ലൈൻ ആയതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 - 10 divided by 20 - 50 is equal to -2 m/s എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരയ്ക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിരിക്കുന്നത് നോക്കി. 0 to 5 2 m/s ആണ്. 5 to 15 0 ആണ് വെലോസിറ്റി. തിരിച്ച് 15 to 20 വരുമ്പോൾ -2 m/s ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫിലേക്കുള്ള മാറ്റം നിങ്ങൾ നോക്കുക. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതായിട്ട് ഇതുപോലെയുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റം നോക്കിയേ, ഇത് ടൈം ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈനായിട്ടാണ് അത് മാറിയത്. അതുപോലെ താഴോട്ട് വരുന്ന സ്ലോപ്പുള്ള ലൈനിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാ എങ്ങനെയാണ് മാറിയത്? നെഗറ്റീവ് ഡയറക്ഷനിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിട്ടാണ് മാറിയത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതുപോലെ ആയിരിക്കും പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് മാറുമ്പോൾ ഉള്ള ചേഞ്ച് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 20 സെക്കൻഡ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കുക. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 2 × 5. ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇതും ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്, അതിൻ്റെ ഏരിയയും 2 × 5 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ടാണ് സൈൻ കൂടി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2 × 5 - 2 × 5 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ deduce the velocity time relation and velocity displacement relation. എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് ഇക്വേഷൻസ് ഇല്ലേ, V = U + AT, S = UT + ½ AT². ആ റിലേഷൻസ് ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ V² = U² + 2AS. അപ്പോൾ അത് രണ്ടും ഡെറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? V = U + ATയും V² = U² + 2ASഉം. കാരണം വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ്, അതുകൊണ്ടാണ് V² = U² + 2AS ഡെറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ C പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ.
Next question number 6. A car moving along a straight highway with a speed of 35 meter per second is brought to stop with a distance of 200 meter. How does it take for the car to stop? അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലങ്ങളിൽ, അതായത് ഒരു ബസ്സോ ഒരു കാറോ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതൊരു ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് സമയത്തിനകം അത് റെസ്റ്റിലേക്ക് വരും. അപ്പോൾ റെസ്റ്റിലേക്ക് വരുന്നത് വരെ അത് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, അതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. വളരെ എളുപ്പമാണ്. യു എന്ന ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി വന്നുകൊണ്ടിരുന്ന കാറ് അത് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്റ്റോപ്പായിട്ട് വെലോസിറ്റി 0 ആകുന്നു. അപ്പോൾ യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ടി ടൈം എടുത്തു അത് സ്റ്റോപ്പ് ആവാൻ. അപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എസ്. എസിനെ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ഈ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? വിക്ക് പകരം 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഇതിനെ അതർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a. അത് ഓർത്ത് വെക്കുക. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ചില പ്രോബ്ലങ്ങളിൽ ചോദിക്കാറുണ്ട്, നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി ഡബിൾ ആക്കിയാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? നമുക്കിവിടെ നോക്കാം. ഡബിൾ ആക്കിയാൽ അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ 4 ടൈംസ് ആയിട്ടാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മാറുന്നതെന്ന് നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ പറയാം. കാരണം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ. ഇനീഷ്യൽ വെലോസിറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ടൈംസ് ആയിട്ടാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മാറുന്നത്. നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 0 ആണല്ലോ. കാറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ അതുവരെ അത് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് 200 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടൈം എടുക്കും ഇത് സ്റ്റോപ്പ് ആവാൻ എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എന്താണ് ഇവിടെ എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എസ് അറിയാം, യു അറിയാം, എ ആണ് ഇവിടെ അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ മൈനസ് യു സ്ക്വയർ ബൈ 2s. മൈനസ് യു സ്ക്വയർ ബൈ 2s എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഈ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടൈം കണ്ടുപിടിക്കാം. ഇവിടെ വി അറിയാം, വി 0 ആണ്, യു 35 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് ചെയ്തതിന് ശേഷം ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻ എയ്റോപ്ലെയിൻ ട്രാവൽസ് 280 മീറ്റർ down the runway before taking off. If it starts from rest, moves with constant acceleration and takes off after 8 seconds, what is its speed when it takes off? അതായത് ഒരു എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ അത് അതിൻ്റെ ആ റൺവേയിൽ കൂടി ട്രാവൽ ചെയ്യുന്നു. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു? 280 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കോൺസ്റ്റൻ്റ് ആക്സിലറേഷനോട് കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ അത് 8 സെക്കൻഡാണ് അത് ട്രാവൽ ചെയ്തത്. ഈ റൺവേയിൽ കൂടി ട്രാവൽ ചെയ്ത അതിനെടുത്ത ടൈം 8 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതാം. എസ് ഇസ് ഈക്വൽ ടു 280 മീറ്റർ ആണ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആക്സിലറേഷനാണ് മൂവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്സിലറേഷൻ തന്നിട്ടില്ല.
അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയാണ്, ഫൈനൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, അതിനുശേഷം ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി S = ut + ½ at² എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S അറിയാം, u അറിയാം, അതുപോലെ തന്നെ tയും അറിയാം. അപ്പോൾ നമുക്ക് അവിടെ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആക്സിലറേഷൻ എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. അതിനുശേഷം v = u + at എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വിയും കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് question number 8. Acceleration time graph of a body is shown below. A part. Draw the corresponding velocity time graph. What does the area under the velocity time graph represents? അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ടൈം മാറിയാലും ആക്സിലറേഷൻ മാറുന്നില്ല. ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും കൈനമാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഡെറൈവ് ചെയ്തപ്പോൾ നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ബോഡിയുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ബോഡിയുടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വന്നത്. അത് ഓർത്ത് വെക്കുക നിങ്ങൾ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെയാണ് വരിക എന്ന് ഓർത്ത് വെക്കുക. യൂണിഫോം ആക്സിലറേഷൻ ഉള്ളൊരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അത് ചോദിച്ചിട്ടുണ്ട് പല എക്സാമിനും. അതുപോലെ question, what does the area under the velocity time graph represents? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഇവിടെ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്. നെക്സ്റ്റ് question number 9. Acceleration time graph of a body starts from rest as shown below. അതിൽ A part, draw the velocity time graph using the above graph. അടുത്ത B question, find the displacement in the given interval of time from 0 to 3 seconds. ഇപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യന് സിമിലർ ആണിത്. ഇവിടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷനുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ തൊട്ട് മുന്നേ വരച്ചു. ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞ് വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് ആണ്. അപ്പോൾ അത് നെഗറ്റീവ് സ്ലോപ്പാണ്. താഴെ വന്നതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സ്ലോപ്പാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും അതർ പോർഷൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിലെ വെലോസിറ്റിയുടെ വാല്യൂസ് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനിൽ നിന്ന് തന്നെയാണ് ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ പോർഷനിലെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം എവിടം വരെ എത്തുന്നു? അപ്പോൾ നമുക്കറിയാം ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും തരിക? ഏരിയ അണ്ടർ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും തരിക? വെലോസിറ്റി ആയിരിക്കും തരിക. ഈ പോർഷനിലെ ഏരിയ വെലോസിറ്റി ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 × 3 ആണ്. അപ്പോൾ അത് 12 ആണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 12 m/s ആയിരിക്കും. ഇത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് 12 m/s വരെ എത്തുന്നു. ഇനി വെലോസിറ്റി കുറയുകയാണ്. 12 m/s നിന്നും വെലോസിറ്റി കുറഞ്ഞ് 0-ലേക്ക് എത്തുന്നു. അപ്പോൾ അത് 6 സെക്കൻഡ് കൊണ്ടാണ് അത് 0-ലേക്ക് എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇവിടെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആണെന്ന് ഓർക്കുക. കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ചെരിഞ്ഞ ലൈനാണ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമുക്ക് കിട്ടുക എന്ന് തൊട്ട് മുന്നേയുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് താഴെ വരുന്നത് കൊണ്ട് നെഗറ്റീവ് സ്ലോപ്പാണെന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് സ്ലോപ്പ് ആകുമ്പോൾ താഴോട്ടാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഏരിയയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ 12 m/s ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രാഫ് കിട്ടുന്നത്.
ഈ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ 0 മുതൽ 3 ഇത്രയും ഭാഗത്ത് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ട്രയാങ്കിളാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 3 ആണ്, എച്ച് 12 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 12 18 മീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second from the top of a multi-story building 25 meter high. How long it be before the ball hits the ground? Take G is equal to 10 meter per second square. ഇതൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. അതിൻ്റെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. അതായത് ഗ്രൗണ്ടിൽ നിന്നും അതിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് 25 മീറ്റർ ആണ്. അപ്പോൾ 25 മീറ്റർ മുകളിൽ നിന്നുകൊണ്ട് ഒരാളൊരു ബോൾ എറിയുകയാണ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. മുകളിലേക്കാണ് എറിഞ്ഞത്, ബോൾ എറിഞ്ഞത് മുകളിലേക്കാണ്. അത് ഏറ്റവും മുകളിൽ പോയതിന് ശേഷം എന്ത് ചെയ്യും, ഏറ്റവും മുകളിലെത്തി ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്തിയതിന് ശേഷം അവിടെ ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് റെസ്റ്റിലേക്ക് വരുന്നു. അതിനുശേഷം ആ ബോൾ നേരെ താഴോട്ട് വന്ന് ഗ്രൗണ്ടിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അത് എത്ര സമയം കൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ജി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മുകളിലേക്ക് പോയി ഇവിടെ എത്തി താഴേക്ക് വന്നു. അപ്പോൾ അതിനെടുത്ത ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ഈ മോഷനെ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഈ പോയിന്റ് മുതൽ ഇതിന് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എ മുതൽ ബി വരെ, ബി എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ്. എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം കണ്ടുപിടിച്ചു, T1 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. പിന്നെ ബിയിൽ നിന്നും സിയിലെത്താനെടുത്ത ടൈം T2 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ V = U + AT എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ V = U + AT യൂസ് ചെയ്യുമ്പോൾ V എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി, ഇവിടെയാണ് ഇനിഷ്യൽ വെലോസിറ്റി, ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആവുന്നു. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ അപ്വേർഡ് മോഷൻ ആയാലും ഡൗൺവേർഡ് മോഷൻ ആയാലും ആക്സിലറേഷൻ -g ആയിട്ടാണ്. ഈ വെർട്ടിക്കൽ മോഷനുകളിൽ എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ആക്സിലറേഷൻ. അപ്പോൾ അത് മൈനസ് ആയിട്ടാണ് എടുക്കുന്നത്, നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അപ്വേർഡ് ഡയറക്ഷനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനായിട്ടാണ് എടുക്കുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനെ നെഗറ്റീവ് ഡയറക്ഷനായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് നെഗറ്റീവ്. എല്ലാ പ്രോബ്ലത്തിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -10 അല്ലെങ്കിൽ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ബി മുതൽ സി വരെയുള്ള ടൈം നമുക്ക് കണ്ടുപിടിച്ചിട്ട് രണ്ട് ടൈമും കൂടി ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അത് കുറച്ച് കൂടുതൽ സ്റ്റെപ്പുകൾ ഉൾപ്പെടും. എന്നാൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വേറൊരു മെത്തേഡിലാണ്. അതായത് ഈ ബോളിൻ്റെ ടോട്ടൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്, ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെയാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ എ മുതൽ സി വരെയുള്ള ആ ദൂരം, അതാണ് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എ മുതൽ സി വരെ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ആയിട്ടാണ്, അതുകൊണ്ട് അത് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. താഴേക്കുള്ളതെല്ലാം നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും വെലോസിറ്റി ആയാലും ഡൗൺവേർഡ് ഡയറക്ഷനിലാവുമ്പോൾ നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ S = -25 മീറ്റർ എന്ന് എടുക്കേണ്ടി വരും. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ മുകളിലേക്കാണ് എറിഞ്ഞത്, അതുകൊണ്ടാണ് ഇത് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇനി S = UT + ½ AT².
ഇനി ഇക്വേഷനിലേക്ക് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എസ്സിന് പകരം -25 is equal to യുവിന് പകരം 20 into t പ്ലസ് ഹാഫ് ഇൻറ്റു -10 into t സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? -25 is equal to 20t മൈനസ് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 വരും, 5t സ്ക്വയർ. അപ്പോൾ ഇത് നെഗറ്റീവ് ഒക്കെ മാറ്റുമ്പോൾ 5t സ്ക്വയർ -20t is equal to 25. ഇതിനെ 5t സ്ക്വയർ -20t -25 is equal to 0 എന്ന് കിട്ടും. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ t സ്ക്വയർ -4t -5 is equal to 0 എന്ന് കിട്ടും. ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ t -5 ഇൻറ്റു t + 1 is equal to 0 എന്ന് കിട്ടും. അപ്പോൾ t + 1 is equal to 0 എന്ന് എടുത്താൽ t = -1 സെക്കൻഡ് അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് t -5 is equal to 0, അപ്പോൾ t = 5 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ t = 5 സെക്കൻഡ് ആണ് ആൻസർ. നിങ്ങളിത് സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിലൂടെയും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാവുന്നതാണ്. സെയിം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് question number 11. A coin dropped from the top of a leaning tower of Pisa reaches the bottom in 3.42 seconds. What is the height of the leaning tower? ഒരു കോയിന് ഡ്രോപ്പ് ചെയ്യുകയാണ് പിസ ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട്. നമ്മൾ പിസയിലെ ചെരിഞ്ഞ ഗോപുരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു കോയിൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. അത് താഴെ എത്താൻ എടുത്ത് ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പിസ ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോയിൻ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ എറിയുകയാണെങ്കിൽ എറിയുമ്പോൾ നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റിയോട് കൂടിയാണ് എറിയുന്നത്. ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള പ്രോബ്ലംസിലെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ടൈം താഴെ എത്താനെടുത്ത ടൈം 3.42 സെക്കൻഡ് ആണ്. നമുക്കറിയാം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും നമ്മൾ -10 m/s² എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ പ്രോഗ്രാമിൽ എടുക്കുന്നത്. അല്ലെങ്കിൽ -9.8 എന്ന് പറഞ്ഞെടുത്താലും മതി. ഇനി നമ്മൾ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ലീനിങ് ടവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് മുകളിൽ നിന്ന് താഴോട്ട് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി അത് തന്നെയാണ് ഹൈറ്റ് ഓഫ് ദ ലീനിങ് ടവർ എന്ന് പറയുന്നത്. ഇവിടെ ut + ½ at² എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ u 0 ആണ്. -½ × 10 × 3.42 അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് വരാൻ കാരണം മോഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ടാണ്. ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. 57.3 മീറ്റർ എന്ന് കിട്ടിയോ എന്ന് നോക്കുക. നെക്സ്റ്റ് question number 12. 4 pair of initial and final positions of a body along an x-axis are given. Which pair gives a positive displacement of the body? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ Δx = x2 - x1 ആണ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇവിടെ 4 വാല്യൂസ് തന്നിട്ടുണ്ട്. പൊസിഷൻസ് കാണിക്കുന്ന വാല്യൂസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Δx = x2 - x1 ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 15 ആണ്. ഫസ്റ്റ് വൺ -10 ആൻഡ് +15 ആണ്. അപ്പോൾ 15 -10 x2 x1. അപ്പോൾ x2 - x1. അപ്പോൾ ഇത് എത്രയാണ് കിട്ടുക? 25 എന്ന് കിട്ടും അല്ലേ? 15 + 10 25. ഇത് -12 -5. അപ്പോൾ -12 + 5 അപ്പോൾ അത് എത്രയാണ് നിങ്ങൾ നോക്കുക. നോക്കിയേ -5 -2. അപ്പോൾ അത് എത്രയാണ്? ഇത് 1 -2. അപ്പോൾ ഇവിടെ എല്ലാം നെഗറ്റീവ് അല്ലേ വരുന്നത്?
എവിടെ മാത്രമാണ് പോസിറ്റീവ് വരുന്നത്? എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. എയിൽ മാത്രമാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ക്യാൻ എ ബോഡി possess സീറോ വെലോസിറ്റി ആൻഡ് സ്റ്റിൽ ആക്സിലറേറ്റ്? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതായത് ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റിയാണ്, ആ സമയത്ത് അതിന് ആക്സിലറേഷൻ ഉണ്ട്, അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷന് എക്സാമ്പിൾ പറയാമോ? ഇത് ശരിയാണോ? അപ്പോൾ യെസ് എന്നാണ് ആൻസർ. അത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോൾ ത്രോൺ അപ്പ് ടു റീച്ച് ഹയസ്റ്റ് പോയിൻറ്റ്. അതായത് ഒരു ബോൾ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, അത് ഹയസ്റ്റ് പോയിൻറ്റിൽ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്തി. ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി സീറോ ആണ്, എന്നാൽ അതിന് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അവിടെ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഡൗൺവേർഡാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് അൻ ഓസിലേറ്റിംഗ് പെൻഡുലം അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലം അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻസിലെത്തുമ്പോൾ അവിടെ വെലോസിറ്റി സീറോ ആണ്, എന്നാൽ അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ച് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 14. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ 2 children returning from their school or to their homes P and Q respectively as shown in the figure. അതായത് രണ്ട് കുട്ടികൾ, ആ കുട്ടികൾ എ ആൻഡ് ബി ആണ്. രണ്ട് കുട്ടികളെ നമ്മൾ എയും ബിയും എന്നാണ് വിളിക്കുന്നത്. ആ കുട്ടികൾ അവരുടെ സ്കൂളിൽ നിന്നും, സ്കൂളാണ് ഒ എന്ന് കാണിച്ചിരിക്കുന്ന പൊസിഷൻ, അവരുടെ സ്കൂളാണ്, അവരുടെ വീട്ടിലേക്ക് അവർ തിരിച്ചു വരികയാണ്. അവരുടെ വീടുകൾ പിയും ക്യൂവും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെ വീട് പി ആണ്, ബിയുടെ വീട് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഗർ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഓയാണ് ഇവരുടെ സ്കൂൾ. സ്കൂളിൽ നിന്നും എ എന്ന് പറഞ്ഞ കുട്ടി, അതായത് ഇപ്പോൾ t=0 എന്ന് പറഞ്ഞ ടൈമാണിത്. t=0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും ടൈം എന്ന് പറഞ്ഞാൽ t1 എന്ന ടൈം കൊണ്ടാണ് വീട്ടിലെത്തിയത്, പിയിലെത്തിയത്. പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോമാണ്. ഹോമിലെത്താനെടുത്ത ടൈം t1 ആണ്. ഇനി അടുത്ത കുട്ടി സ്റ്റാർട്ട് ചെയ്തത് ദാണ്ട് ഈ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്, വേറൊരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ t' എന്ന് പറഞ്ഞ ടൈമിലാണ് കുട്ടി അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഓയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, പൊസിഷൻ ഓ തന്നെയാണ്, ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ടൈം ഡിഫറൻ്റ് ആണ്. t' എന്ന ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കുട്ടി സ്റ്റാർട്ട് ചെയ്ത് എത്ര ടൈം കൊണ്ടാണ്? t2 എന്ന ടൈം കൊണ്ടാണ്. അതായത് t1-നേക്കാൾ ചെറിയൊരു ടൈം കൊണ്ടാണ് ക്യൂയിൽ എത്തിച്ചേർന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി. എ ആണോ സ്കൂളിനോട് അടുത്ത് താമസിക്കുന്നത്, അത് ബി ആണോ എന്ന് നോക്കി. പി ആണ് എയുടെ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഒ പി അല്ലേ ചെറുത്, ഒ ക്യൂവിനേക്കാൾ ഒ പി ആണ് സ്മോള്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ആണ് സ്കൂളിനോട് അടുത്ത് താമസിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് മതി പിക്ക് വീട്ടിലെത്താൻ. എന്നാൽ ബിക്ക് വീട്ടിലെത്താനോ ഇത്രയും ഡിസ്റ്റൻസ് വേണം, ഒ ക്യൂ വേണം. അപ്പോൾ ആരാണ് അടുത്ത് താമസിക്കുന്നത്? എ ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി. ഇത് ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബി സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ ഏർലിയർ ദാൻ എ. ആരാണ് ആദ്യം സ്കൂളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത്? എ ആണോ ബി ആണോ? നമുക്ക് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായി എ സ്റ്റാർട്ട് ചെയ്തത് 0 ടൈമിലാണ്, എന്നാൽ ബി സ്റ്റാർട്ട് ചെയ്തത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് t' എന്ന് പറഞ്ഞൊരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബി സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ ഏർലിയർ ദാൻ എ. ബി ആണ് ഏർലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, അല്ല, എ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബി വാക്സ് ഫാസ്റ്റർ ദാൻ എ. ശരിയാണോ? ബി താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ t2 എന്ന ടൈം കൊണ്ട് ബി വീട്ടിലെത്തി. t2 എന്ന് പറയുന്ന ടൈം t1-നെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് ടൈം കൊണ്ട് ബി വീട്ടിലെത്തി, എന്നാൽ എ വീട്ടിലെത്താൻ കൂടുതൽ സമയമെടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ബിക്കാണ് സ്പീഡ് കൂടുതൽ. ബി വാക്സ് ഫാസ്റ്റർ ദാൻ
ഇ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ 14 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുക. ഓക്കെ, താങ്ക് യു.